ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബന്ധുക്കൾക്ക് പെരിയാർ വിറ്റിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പെരിയാറിൽ വഞ്ചി ഇറക്കിയാൽ പോലും കേസെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രം വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വകാര്യ കമ്പനിയെയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബന്ധുക്കളുടെ കമ്പനിക്ക് അടുത്ത 25 വർഷത്തേക്ക് പെരിയാർ വിറ്റിരിക്കുകയാണെന്നാണ് ആരോപണം. ചരിത്രത്തിൽ ആദ്യമായാണ് പുഴ വിൽക്കുന്നത്. പുഴയിൽ തോണി ഇറക്കിയാൽ പോലും കേസിൽപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ടൂറിസം വികസനത്തിന്റെ പേരിൽ പെരിയാർ വിറ്റിരിക്കുകയാണ്. ഞാനൊരു 2-3 ആഴ്ചയായി കോതമംഗലത്തുകാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പെരിയാർ വിറ്റു, പെരിയാർ വിറ്റതിന്റെ എന്തെങ്കിലും ഒരു പേപ്പർ തരാമോ? പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഇറിഗേഷൻ വകുപ്പിൽ പോയാൽ ആ പേപ്പർ ലഭിക്കാനില്ല. ടൂറിസം വകുപ്പിൽ പോയാൽ ആ പേപ്പർ ലഭിക്കാനില്ല. നിങ്ങൾക്കറിയുമോ, ഭൂതത്താൻകെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ നേര്യമംഗലം വരെയുള്ള പ്രദേശത്ത് പുഴ 25 കൊല്ലത്തേക്ക് മുഹമ്മദ് റിയാസിന്റെ ബന്ധുക്കാർക്ക് വിറ്റിരിക്കുകയാണ്. നിങ്ങൾ ഈ വിവരം അറിഞ്ഞിരുന്നോ? അതായത് നാളെ ഒരു സാധാരണക്കാരൻ ഒരു തോണി ഇറക്കിയാൽ ആ തോണി ഇറക്കുന്നവനെതിരെ കേസ് വരാൻ പോവുകയാണ്. ടൂറിസം ആവശ്യത്തിന് ആ ഭൂതത്താൻകെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയ തൊട്ട് നേര്യമംഗലം വരെ മുഹമ്മദ് റിയാസിന്റെ ബിനാമികൾക്ക് 25 കൊല്ലത്തേക്ക് പുഴ വിറ്റിരിക്കുകയാണ്. പുഴയിൽ മീൻ പിടിക്കാൻ പറ്റില്ല, പുഴയിൽ പോയി തോണി ഇറക്കാൻ പറ്റില്ല, പുഴയിൽ ഒരു ബോട്ട് ഇറക്കാൻ പറ്റില്ല. ഇങ്ങനെ പെരിയാർ വിറ്റു തുലച്ച ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. പലതും വിറ്റതായി കേട്ടിട്ടുണ്ട്, പുഴ വിറ്റു. ആലോചിച്ച്, പിണറായി വിജയൻ അവസാനം വന്ന് അമ്മായിയപ്പനും മരുമകനും കൂടി പുഴ വിറ്റിരിക്കുകയാണ്. കോഴിക്കോട് ആസ്ഥാനമായുള്ള FSIT റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നൽകിയിരിക്കുന്നത്. മികച്ച വരുമാനം നൽകുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കുകയാണ് ജലവിഭവ വകുപ്പിന്റെ ലക്ഷ്യം. വരുമാനം സർക്കാരുമായി പങ്കിടണമെന്ന വ്യവസ്ഥയും കരാറിലുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 26-ന് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയതാണെങ്കിലും ഇതുവരെ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. ടൂറിസ്റ്റ് ബോട്ട് സർവീസും മുടങ്ങിക്കിടക്കുകയാണ്. GTV ന്യൂസ്, ഭൂതത്താൻകെട്ട്.